ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ അശ്ലീലം പറഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യമാണ് നിലവിലെന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു. അവരെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയതാണ് യാഥാസ്ഥിതികത്വം. അവരൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ അവരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ്. ഏറ്റവും മുതിർന്ന കേരളത്തിലെ കലാകാരികളിൽ ഒരാളായിരിക്കും അവർ. അവരെ എത്ര നീചമായിട്ടാണ് അധിക്ഷേപിച്ചത്. അതിനീചമായി അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറി വിളിച്ച് കണ്ണുപൊട്ടിക്കും എന്നുള്ളതാണ് അല്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എം സ്വരാജിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലപാടിന് പിന്നാലെയാണ് അതിരൂക്ഷമായ സൈബർ ആക്രമണം. അത് വൃത്തികെട്ട രീതിയിലേക്കൊക്കെയാണ്. എന്താണിപ്പോൾ നിലമ്പൂർ ആയിഷ പറയുന്നത്? ഒപ്പം LDF ക്യാമ്പിന്റെ പ്രതികരണം. നിലമ്പൂർ ആയിഷ ഈ വിഷയത്തെ കാര്യമായി എടുക്കുന്നതേയില്ല. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു പ്രതികരണം കണ്ടിരുന്നു. രാവിലെ നമ്മൾ നിലമ്പൂർ ആയിഷയുടെ ഒരു പ്രതികരണം എടുത്തത് എം സ്വരാജിൻ്റെ പ്രതികരണത്തിന് മുൻപാണ്. എം സ്വരാജാണ് ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു വിഷയം ഒരു ഓൺ ചെയ്തിരിക്കുന്നത്. വെടിയുണ്ടകളെ തോൽപ്പിച്ച കലാകാരിയാണ് നിലമ്പൂർ ആയിഷ. അവർക്കെതിരെയുള്ള ഈ സൈബർ ആക്രമണം ഒന്നും തന്നെ വിലപ്പോകില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ നിലമ്പൂർ ആയിഷയുടെ പ്രതികരണമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ നേതാക്കൾ ചെറിയ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാകില്ലേ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ എന്ന് പറയിപ്പിക്കുകയാണ് എന്നാണ് നിലമ്പൂർ ആയിഷ പറയുന്നത്. അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. വെടിയുണ്ടകളെ നേരിട്ട വന്ന ആളാണ് താൻ. അത് കേവലം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. പിന്തുണ ഇടതുപക്ഷത്തിന് തന്നെയാണ്, താൻ ഇടതുപക്ഷക്കാരി തന്നെയാണ് എന്ന് നിലമ്പൂർ ആയിഷ ഉറച്ചു പറയുന്നു. എന്തായാലും നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 90 വയസ്സുള്ള അവരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് UDFന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത്. അത് എം സ്വരാജിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അല്പസമയത്തിനകം തന്നെ പ്രതികരിച്ചേക്കും അനുജ.